ശ്രീ ശിവദാസൻ എം പി ബീഹാറിൽ നടക്കുന്ന കാര്യങ്ങൾ അതിൽ നമുക്ക് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? കോൺഗ്രസ് അവസരം നോക്കിയപ്പോൾ 19 MLA-മാരെ കാണാനില്ല എന്ന് പറയുന്നു. അവർ ഇനി മറുകണ്ഠം ചാടുമോ എന്നാണ് അറിയേണ്ടത്. നിതീഷ് കുമാർ വീണ്ടും BJP പാളയത്തിലേക്ക് പോകുന്നു. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഇവിടെ ഹലോ, നിതീഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ചെയ്തികള് രാജ്യമാകെ ഉറ്റുനോക്കുന്നതാണ്. പക്ഷെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അദ്ദേഹം നിരന്തരം അവസരവാദപരമായ സമീപനം എടുത്ത് അദ്ദേഹത്തിന്റെ തന്നെ വിശ്വാസ്യത കളഞ്ഞു കുടിക്കുന്ന നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് അദ്ദേഹത്തിന്റെ തുടർ പദ്ധതികൾ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ ഏറ്റവും അമ്പരപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ BJP ഇത്രയേറെ വെറുക്കപ്പെട്ട് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവർക്ക് മുഖ്യമന്ത്രിമാരെ അവരുടെ അന്വേഷണ ഏജൻസികളുടെയൊക്കെ ഫലത്തില് ഭീഷണിപ്പെടുത്തിയിട്ട് കള്ളപ്പണം കൊണ്ടെന്നും മറ്റു പല ഭീഷണിപ്പെടുത്തിയിട്ട് കാൽക്കീഴിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അപ്പം നിതീഷ് കുമാറിന്റെ ഉൾപ്പെടെയുള്ള തീരുമാനം ഇതുമായി ചേർത്ത് വെച്ച് വേണം നാം കാണാൻ. കോൺഗ്രസ് തന്നെ പല നേതാക്കന്മാരും BJP-യുടെ ഈ ഭീഷണിക്ക് മുമ്പിൽ വീണുപോയതിന്റെ ഒരു ചിത്രമാണല്ലോ ആസാമിലെ മുഖ്യമന്ത്രി. നിതീഷ് കുമാറും ഇത്തരത്തിലുള്ള ഭയചകിതനായി പോയിട്ടുണ്ടോ എന്നുള്ളത് കാണണം. അതിനപ്പുറത്ത് വേറെ ഇപ്പോ പ്രതികരിക്കുന്നതിൽ ഒരു ഔചിത്യക്കുറവുണ്ട് എന്നാണ് തോന്നുന്നത്. കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമാക്കപ്പെട്ടതിന് ശേഷം കൂടുതൽ വ്യക്തമായിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്.